അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമല്ലേ? ആടെ ഷിഞ്ചന നീ പറയാൻ ശരിയാണ് ഏട്ടാ. അതെന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഓ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമാണ് ഏട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, കാരണം എന്ന് വെച്ചാലില്ലേ, ഒന്നും പറയണ്ട ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇന്ന് നമ്മുടെ സിറ്റിയിൽ മാർക്കോ ബ്രോ വരാണ്. മാർക്കോ മാർക്കോ എടാ ഷിഞ്ചന നീ പറഞ്ഞ ശരിയാണ് ഏട്ടാ. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം കേട്ടാ. ഓക്കെ, അതേപോലെ തന്നെയല്ലേ നമ്മുടെ സിറ്റിയിലോട്ട് കിടക്കാൻ നമ്മുടെ മാർക്കോയിങ്ങളൊക്കെ എന്തായാലും വരാനായിട്ട് നല്ല പോകണം കേട്ടാ. നമ്മുടെ മാർക്കോ ബ്രോയിങ്ങളൊക്കെ വരാനായിട്ട് എന്തായാലും പോകണം കേട്ടാ. മാർക്കോ ആരാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, നമ്മുടെ മാർക്കോ എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിമുകുന്ദനാണ്. ഓക്കെ, ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമകളൊക്കെയാണ് മാർക്കോ എന്ന് വെച്ചാൽ. ഓക്കെ, അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സിറ്റിയിൽ എന്തായാലും ഇന്ന് എന്തായാലും നമ്മുടെ മാർക്കോയിങ്ങളൊക്കെ വരാനായിട്ട് എന്തായാലും പോവേണം കേട്ടാ. എൻ്റെ മോനെ നൈസായിരിക്കും കേസ്. ഓക്കെ, നമ്മുടെ മാർക്കോയിങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ ഫുള്ളായിട്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടാ. പുള്ളിയുടെ സ്ഥലം ഇന്ത്യ തന്നെയാണ് കേസ്. ഓക്കെ, എന്നാലും നമ്മുടെ ഈ ഏരിയ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടാ. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു ഫ്രണ്ടാണ് മാർക്കോ എന്ന് വെച്ചാൽ. ഓക്കെ, ഷിഞ്ചാനും പിഞ്ചാനും ഗ്രാനി ടൈഗർ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടാ നമ്മുടെ മാർക്കോയെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെ മാർക്കോയങ്ങളൊക്കെ നമ്മളെന്തായാലും നേരെ ബീച്ചിലല്ലോ, നേരെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങി വരും കേട്ടാ. വരുമ്പോൾ നമ്മുടെ ഡിഫൻഡർ ഉണ്ടാവും എന്തൊക്കെ അതറിഞ്ഞോളൂ. ഓക്കെ, പക്ഷേ ഗൈസ് നമ്മുടെ കയ്യിൽ ഒരു ഓൾറെഡി ഒരു ഡിഫൻഡർ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഒരു വൈറ്റ് ഡിഫൻഡറാണ് ഉള്ളത് വെച്ചാൽ. ഓക്കെ, പിന്നെ ഈ ഒരു ബ്ലാക്ക് ജീവാണ് കേസ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ കേസ് നമ്മൾ പുതിയതായിട്ട് മേടിച്ച വണ്ടികളൊക്കെയാണ് കേട്ടാ. നമ്മുടെ മാർക്കോ ബ്രോയിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച വണ്ടികളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ കേട്ടാ. നമുക്കപ്പോൾ നൈസായിട്ട് നല്ല ഈ ജീവാഗൺ എടുക്കാം കേട്ടാ. എടാ ഷിഞ്ചന പിഞ്ചന നിങ്ങളൊന്ന് കയറ്. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ, അപ്പൊ ഞങ്ങൾ വരണ്ടേ? ഗ്രാനി ഇവിടെ തന്നെ നില്ല, നമ്മുടെ മാർക്കോ ബ്രോയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടല്ലേ വരണത്. അപ്പം കണ്ടാൽ പോരെ, വെയിറ്റ് ചെയ്തില്ലേ? ഓക്കെ, എടാ ഷിഞ്ചന പിഞ്ചന, അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് നേരെ എയർപോർട്ടിൽ പോലോ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നിട്ട് നമ്മുടെ മാർക്കോ ബ്രോ വിളിക്കാം കേട്ടാ. എയർപോർട്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ലേ, ഇതാ ഇവിടെ എയർപോർട്ട് എത്തി. ആടാ ഷിഞ്ചനെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും എയർപോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇവിടെ നമ്മളെന്തായാലും മാർക്കോയെ കണ്ടില്ലേ. ഓക്കെ, മാർക്കോ വന്ന പ്ലെയിനുകളൊക്കെ ഒന്നും കണ്ടില്ല കേട്ടാ. മിക്കവാറും നമ്മുടെ മാർക്കോകളൊക്കെ വന്നില്ലായിരിക്കും കേട്ടാ. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. അവിടെ ഒരു കാറുണ്ടല്ലോ, ആ കാർ എവിടെ കണ്ടിട്ടുള്ള പോലെയാണല്ലോ. യെസ്, നമ്മുടെ മാർക്കോ എത്തി ഗൈസ്. ഓക്കെ, നമ്മുടെ മാർക്കോയുടെ ലാൻഡ് റോവർ ഡിഫൻഡർ താണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് മാർക്കോയുടെ ഡിഫൻഡർ എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ കയ്യിലൊരു ഡിഫൻഡർ ഉണ്ട് കേട്ടാ. മാർക്കോ സിനിമയിലുള്ള ഒരു ജീവാഗൺ ആയതുകൊണ്ടാണ് ഞാൻ ജീവാഗൺ തന്നെ മേടിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഏതാണ് ലാൻഡ് റോവർ ഡിഫൻഡർ ഒരെണ്ണം പുതിയ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, നമ്മുടെ അവിടെ കളർ മാറ്റി ബ്ലാക്ക് ആക്കി സെറ്റാക്കി ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടാ. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ജീവാഗൺ പിടിച്ചേസ്. ഓക്കെ, പക്ഷെ നമ്മുടെ മാർക്കോയുടെ ഒറിജിനൽ കാർ എന്ന് വെച്ചാൽ ഡിഫൻഡറാണ് കേട്ടാ. പക്ഷെ എൻ്റെ മോൻ നമ്മുടെ മാർക്കോ വന്നെന്ന് തോന്നുന്നു കേട്ടാ. മാർക്കോയുടെ കാറുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും മാർക്കോ ബ്രോ എന്ന് വിളിച്ചു നോക്കാം. അപ്പം മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും കേട്ടാ. മാർക്കോ മാർക്കോ ബ്രോ, മാർക്കോ ബ്രോ, എവിടെ മാർക്കോ? എടാ ഫ്രാങ്ക്ലിനെ നീ എത്തിയടാ. എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ, ഇങ്ങ് വാടാ അളിയാ. മാർക്കോ ബ്രോ, ഞാൻ ഇവിടെ എത്തി ഇപ്പോരെ. എടാ ഫ്രാങ്ക്ലിനെ ഇങ്ങ് വാടാ, ഞാൻ ഇവിടെ ഉണ്ടാ. മാർക്കോ ബ്രോ, ഞാൻ ഇത് അങ്ങോട്ട് പറഞ്ഞേ. ഫ്രാങ്ക്ലിനെ എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖം തന്നെ. മാർക്കോ അണ്ണാ സുഖം തന്നെ. എടാ ഫ്രാങ്ക്ലിനെ, ഞാനാണെങ്കിൽ ഈ സിറ്റി ഫുള്ളായിട്ട് കാണാനായിട്ടാണ് കേട്ടോ വന്നതെന്ന് വെച്ചാൽ. ഇത് പിന്നെ എൻ്റെ സ്വന്തം പ്ലെയിനാണ് കേട്ടാ. ഈ പ്ലെയിനെ ഇവിടെ പാർക്ക് ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല മാർക്കോ അണ്ണാ, ഒരു പ്രശ്നമല്ല, ഇവിടെ ധൈര്യമായിട്ട് പാർക്ക് ചെയ്തോ. എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എടുത്തു തരും. ആടാ ഫ്രാങ്ക്ലിനെ, ഇത് പിന്നെ ഒരു കിടിലൻ ഡിഫൻഡറാണ് കേട്ടാ. ഈ ഡിഫൻഡർ എൻ്റെ സ്വന്തം വണ്ടിയാണ് കേട്ടാ. ഞാൻ ഇതേപോലത്തെ വേറൊരു കിടിലൻ വണ്ടി നിനക്ക് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിച്ചു തരാം കേട്ടാ. മാർക്കാണ്, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ആവാം. നമുക്കിപ്പോൾ നേരെ എൻ്റെ വീട്ടിൽ പോവാം. ആടാ ഫ്രാങ്ക്ലിനെ, ആനുമ്പോൾ എനിക്ക് സിറ്റിയൊക്കെ ഒന്ന് ഫുള്ള് ചുറ്റി കാണിച്ച. വെയിറ്റ്, എൻ്റെ മോനെ, എൻ്റെ സിനിമയിൽ തന്നെയുള്ള കിടിലൻ വണ്ടികളൊക്കെ ആയിരുന്നു കേട്ടാ ഈ ജീവാഗൺ. പക്ഷെ എൻ്റെ മോനെ, എൻ്റെ ആ ഒരു സിനിമയിൽ എനിക്ക് റിയലായിട്ട് ഇങ്ങനെ ഒരു ജീവാഗണങ്ങളൊക്കെ അവർ തന്നിരുന്നതാണ് കേട്ടാ. ഈ വണ്ടി കാണാൻ നൈസായിട്ട് നല്ല ഉണ്ട് കേട്ടാ. മാർക്കോ അണ്ണാ, വേണമെങ്കിൽ വണ്ടി എടുത്തോ. വേണ്ട ഫ്രാങ്ക്ലിൻ, എൻ്റെ ഉണ്ടാ. പിന്നെ എല്ലാം ഈ പ്ലെയിനിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഡിഫൻഡർ മാത്രം എടുത്തത്. എന്നാൽ ഈ വണ്ടി കാണാൻ കൊള്ളാം കേട്ടാ. ഒരു കാര്യം ചെയ്യും, നമുക്കില്ലേ എല്ലാവർക്കും കൂടെ നമുക്ക് ഡിഫൻഡറിൽ പോകാം കേട്ടാ. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, ഞാൻ വണ്ടി ഓടിക്കാം. ഇല്ല മാർക്കോ അണ്ണാ, ഞാൻ ഓടിക്കാം. നിനക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണല്ലേ, എന്നാൽ പിന്നെ നീ എന്നെ ഓടിച്ചോ. മാർക്കോ അണ്ണാ, നേരെ ഒന്ന് വണ്ടി കയറ്. ആടാ ഫ്രാങ്ക്ലിനാ, ശരിയടാ. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, മാർക്കോ അണ്ണാ സുഖം തന്നെ. ആടാ ഷിഞ്ചാനെ പിഞ്ചാനെ, നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞോണ്ടാണ് ഞാൻ വന്നതെന്ന് വെച്ചാൽ കേട്ടാ. എനിക്കവിടെ ഇഷ്ടം പോലെ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ.
ആ മാർക്കണ്ണ, അതിനിപ്പോൾ എന്ത്, കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോവാലോ. ആടാ ഫ്രാങ്ക്ലിനെ, നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ, നീ ഒരു ഡിഫൻഡർ എടുത്തോണ്ട് നേരെ വെളിയിൽ ഇറങ്ങാം കേട്ടാ. പക്ഷെ എൻ്റെ മോനെ, മാർക്കോണൻ്റെ ഡിഫൻഡർ സീനായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ട് കേട്ടാ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമാണ് കേട്ടാ. നല്ല അടിപൊളി കൺട്രോൾ കേട്ടോ. അത് മാത്രമല്ല നല്ല അടിപൊളി സ്റ്റെബിലിറ്റി ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ തോന്നിയ രീതിയിലുണ്ട് തിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. എടാ ഫ്രാങ്ക്ലിൻ ഏതാണ്ട് ഫ്രണ്ടിൽ പോണ ഡിഫൻഡർ അല്ലേ? ആണാ, ശരിയാണ്. പക്ഷെ അത് ഒറിജിനൽ ഡിഫൻഡർ അല്ല, അത് ഡിഫൻഡറിൻ്റെ ഒരു കോപ്പി വണ്ടിയാണ്. അണ്ണൻ്റെ ഇരിക്കുന്ന പോലത്തെ ഒറിജിനൽ ഡിഫൻഡർ അല്ല പോയിക്കൊണ്ടിരിക്കണം, അത് ഡ്യൂപ്ലിക്കേറ്റ് ഡിഫൻഡറാണ്. എൻ്റെ കയ്യിൽ പിന്നെ ഒരു സാധാ ഒരു ഡിഫൻഡർ ഉണ്ട് കേട്ടോ, ഒരു വൈറ്റ് കളറ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അണ്ണൻ്റെ വണ്ടിയാണ് സീനെന്ന് വെച്ചാൽ കേട്ടാ. കാരണം ഈ വണ്ടിയുടെ കളർ കണ്ട സീന് സാധനം. മാർക്കോ സിനിമയിലെ വരവ് കണ്ട അറിയാം, ഒന്നും പറയണ്ട. കിണ്ണങ്ങാച്ച വണ്ടിയാണ്. ഓക്കെ, സൂപ്പർ വണ്ടി, അടിപൊളി, ഒന്നും പറയണ്ട. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി വണ്ടി. ആ സിനിമയിൽ ആ നിരന്ന് വരണത് കണ്ടാൽ തന്നെ ഒന്നും പറയണ്ട, കിഡിലെ സൂപ്പർ വണ്ടി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ആടാ ഫ്രാങ്ക്ലിനെ, വേണമെങ്കിൽ നീ എടുത്തോടാ, ഞാൻ വേറെ എപ്പോഴെങ്കിലും വേറെ വാങ്ങിച്ചതാ. വേണ്ട വേണ്ട, കുഴപ്പമില്ല, അണ്ണൻ തന്നെ വെച്ചോ, കുഴപ്പമില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിച്ചോളാം. എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടല്ലേ? വേണമെങ്കിൽ എടുത്തോടാ, കുഴപ്പമില്ലടാ. എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് ഇതേപോലത്തെ. കുഴപ്പമില്ല കുഴപ്പമില്ല. ആ ശരി ശരി, ഞാൻ നിന്നെ നിർബന്ധിക്കണില്ല അണ്ണാ. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടാ. അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരാൻ നമ്മുടെ സിറ്റിയിലുള്ള ബീച്ചാണ് കേട്ടാ. ഇവിടെ 2 ബീച്ചുണ്ട് കേട്ടോ. ഒന്ന് ഫ്രണ്ടിലൊരു ബീച്ച്, പിന്നെ ബാക്കിലൊരു ബീച്ച് കേട്ടാ. ഫസ്റ്റ് ബാക്കിലത്തെ ബീച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ടാണ് നമ്മളിപ്പം വെക്കണേ കേട്ടാ. പക്ഷെ എൻ്റെ പോൻ ഈ വണ്ടി അന്യായ കൺട്രോൾ കേട്ടാ, കിടിലേ. ആടെ ഫ്രാങ്ക്ലിന് അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എൻ്റെ മോനെ കിടിലെ വണ്ടി കേട്ടാ. അണ്ണാ എനിക്ക് നല്ല രീതിക്ക് വേണ്ടി ഇഷ്ടമായി കേട്ടാ. ഇതാണ് ഏട്ടാ ബീച്ചെന്ന് വെച്ചാലുണ്ടാ. കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടാ. അണ്ണാ ബീച്ചിലിറങ്ങണോ? വേണ്ടടാ ഫ്രാങ്ക്ലിനെ, ജസ്റ്റ് വണ്ടി വെള്ളത്തിൽ ഇട്ടൊന്ന് കറക്കിയാൽ മതി. ആ മാർക്കോണ്ണ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ മോനെ കിടിലം കേട്ടാ. അണ്ണാ എങ്ങനെയുണ്ടായിരുന്നു? എടാ ഫ്രാങ്ക്ലിനെ സൂപ്പറാടാ, നീ നല്ലൊരു ഇഷ്ടമായി കേട്ടാ. ഈ ഒരു ബീച്ച് മാത്രം കണ്ടാൽ മതി, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വേറെ ബീച്ചിൽ അങ്ങോട്ടെങ്കിലും പോവാം. ഇപ്പം ഇത് ഈ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്തോടാ? അതെന്ന് വെച്ചാലല്ലേ കൺസ്ട്രക്ഷൻ ഏരിയ ആണ് കേട്ടാ. ഇതെന്ന് വെച്ചാൽ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ആണ് കേട്ടാ. ഇതിലേക്കൂടെ വണ്ടി പോവോ? എടാ ഫ്രാങ്ക്ലിന് ഈ വണ്ടി 4x4 എടാ, സുഖമായിട്ട് ഈ വണ്ടി പോവും. അടിയൊക്കെ ചെറുതായിട്ട് തട്ടും, അത് കുഴപ്പമില്ല. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും സർവീസ് ചെയ്യുമ്പോൾ റിപ്പയർ ചെയ്തോളാം. പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കുഴപ്പമില്ല, ഇവിടത്തോടെ ഈസിയായിട്ട് എടുക്കുക. ഇത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ആണ് കേട്ടാ. ഇവിടെ ഒരു വലിയൊരു സൈറ്റിൻ്റെ ബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ടൗൺ പോലത്തെ ഒരു ഏരിയ ആണ്. ടൗൺ അല്ല, എന്തോ ഒരു സൊസൈറ്റി അങ്ങനെ എന്താണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇതിൻ്റെ മേളിൽ കൂടെ ഒരു ഫ്ലൈ ഓവറും പണിയാണ് കേട്ടാ. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയില്ല കേട്ടാ. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോറൂമാണ്. എടാ ഫ്രാങ്ക്ലിനെ എൻ്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരുമോ? എന്താണെങ്കിലും പറഞ്ഞോ ഫ്രാങ്ക്ലിനെ. എനിക്ക് ഈ റാമ്പിൽ എൻ്റെ കാറൊന്ന് ചാടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാനെന്താ, ഞാൻ ഇറങ്ങിത്തരാം. ഇല്ലടാ ഫ്രാങ്ക്ലിനെ, നീ ചാടിച്ചാൽ മതി. എൻ്റെ കാറ് കൊണ്ട് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചാടണമെന്നേ ഉള്ളൂ. നീ ചാടിച്ചാൽ മതി, ഞാൻ ഇവിടെ വണ്ടിയുടെ സൈഡിൽ ഇരുന്നോളാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ വണ്ടി പൊളിയായിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടാ. നമുക്കും ഇതേപോലത്തെ ഒരു കിടിലം വണ്ടി കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു കേട്ടാ. ആടാ പിഞ്ചനെ അണ്ണാ, അപ്പം പിടിച്ചിരുന്നോ? ഞാൻ വണ്ടി ചാടിക്കാൻ പോവേണ്ട, വണ്ടി പൊളിയോ എന്തോ. എടാ ഫ്രാങ്ക്ലിനെ, പൊളിയാന്നല്ല, നീ ധൈര്യമായിട്ട് ചാടിച്ചോ. ഈ വണ്ടി നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. അയ്യോ അണ്ണാ, ചെറുതായിട്ടൊന്ന് ഫെയിലായി പോയിട്ടാ. എൻ്റെ മോനെ, ഈ വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. ഈ വണ്ടി തലകുത്തനെ മറിയ പോലും ചെയ്തില്ല കേട്ടോ. അടിപൊളി വണ്ടി, കിടിലൻ സാധനം, കിണ്ണം കാച്ച വണ്ടി, സൂപ്പർ വണ്ടി. പക്ഷെ എൻ്റെ മോനെ നൈസ് കയറ കേട്ടാ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഓക്കെ, നമുക്കപ്പോൾ ഉണ്ടല്ലോ ഇതും കൊണ്ട് നേരെ ഇങ്ങനെയൊക്കെ ചാടി കിടക്കാം കേട്ടാ. നമുക്കപ്പോൾ നേരെ അടുത്ത സ്ഥലത്ത് പോകട്ടെ. ഇത് പിന്നെ ഒരു സ്റ്റണ്ട് റൈസിൻ്റെ ഏരിയ ആണ് കേട്ടോ. നമുക്ക് വേറൊരു ദിവസം ചേട്ടാ. എടാ ഫ്രാങ്ക്ലിൻ, നീ എന്താ ചെയ്തത്? പക്ഷെ എൻ്റെ മോനെ, എൻ്റെ വണ്ടി തവിട് കൂടിയെന്ന് തോന്നുന്നു. ഒന്നും പറ്റിയില്ല. ചെറുതായിട്ടൊന്ന് ചില്ല് പൊട്ടിയെന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഫ്രാങ്ക്ലിനെ വല്ലതും പറ്റിയാ? ചില്ല് പൊട്ടിയാൽ കുഴപ്പമില്ല, അത് പിന്നെ എപ്പോഴും ശരിയാക്കാം. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല മാർക്കോണ്ടോ, ഒന്നും പറ്റിയില്ല. അപ്പം നമുക്കപ്പോൾ ഈ സിറ്റി ഫുള്ളായിട്ടൊന്ന് ചുറ്റി കണ്ടിട്ട് നേരെ നമ്മുടെ വീട്ടിൽ പോലെ. ആടെ ഫ്രാങ്ക്ലിനെ അതേപോലെ നമ്മുടെ മാർക്കോയുടെ ആ ഒരു ഫസ്റ്റത്തെ നമ്മുടെ ആ ഒരു ഡ്രോൺ ക്യാം വെച്ച് നമ്മൾ ചെയ്ത മറ്റേ ആ ഒരു മാസ് എൻട്രികളൊക്കെ അല്ലേ. ഓക്കെ, ആ ഒരു എൻട്രിയിലുകളൊക്കെ നമ്മളെന്തായാലും മാർക്കോയുടെ ഒരു BGMകളൊക്കെ നമ്മളെന്തായാലും യൂസ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോപ്പിറൈറ്റുകളൊക്കെ ചെയ്താണ് ഈ ഒരു BGMകളൊക്കെ എന്തായാലും യൂസ് ചെയ്തെന്ന് വെച്ചാൽ കേട്ടാ. ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഒരു വെബ്സൈറ്റിൽ നിന്ന് എന്തായാലും ഡൗൺലോഡുകളൊക്കെ ചെയ്തെടുത്തതാണ് കേട്ടോ. മാർക്കോയുടെ BGMകളൊക്കെ സീനായിട്ടുള്ള BGMകളൊക്കെയാണ് ഞാൻ
ഫസ്റ്റത്തെ അതിൽ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കേട്ടാ. അപ്പോൾ അത് നിങ്ങൾ കണ്ടാണ് കേട്ടാ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്തെല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ ബാക്കി സ്റ്റോറി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടാ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ലോഗോയിങ്ങളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് എന്തായാലും പോവേണം കേട്ടാ. നമ്മുടെ ചാനലിലെ ലോഗോയിങ്ങളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് എന്തായാലും പോവേണം കേട്ടാ. ഇപ്പോഴത്തെ ഒരു ലോഗോ എന്ന് വെച്ചാൽ ഈ കാണിക്കുന്ന ലോഗോയിങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പം ചാനലിൽ കിടക്കണമെന്ന് വെച്ചാൽ ഓക്കെ. ഈ ഒരു ലോഗോങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ലോഗോങ്ങളൊക്കെ ആഡ് ആക്കാൻ പോവുകയാണ് കേട്ടാ. നമ്മൾ മറ്റ് ലോഗോങ്ങളൊക്കെ മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടാ. ഏകദേശം 5-6 മാസങ്ങളോളായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആംഗിളിലുള്ള ഈ ഒരു ലോഗോ വെച്ചിട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാസങ്ങൾ നമ്മൾ കളർ മാറ്റി ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ് ഇറക്കും കേസ് നമ്മുടെ ലോഗോ ഓക്കെ. നമ്മളെന്തായാലും ഒഫീഷ്യലായിട്ട് എന്തായാലും ഈ ഒരു ലോഗോകളൊക്കെ നമ്മളെന്തായാലും വെക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിലുള്ള ഇനി മുതലുള്ള ലോഗോ എന്ന് വെച്ചാൽ കേട്ടാ. എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും മാറ്റാത്തതെന്ന് വെച്ചാൽ കേട്ടോ. പതുക്കെ എന്തായാലും മാറ്റാം കേസ് ഓക്കെ. എല്ലാവരും ഓൾമോസ്റ്റ് എന്തായാലും ഈ ഒരു നമ്മുടെ വീഡിയോ കണക്ക് എന്തായാലും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ലോഗോ എന്ന് വെച്ചാൽ കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പുതിയ ലോഗോ എന്ന് വെച്ചാൽ കേട്ടോ. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയില്ല, ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ബാനറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്കുണ്ട് കേട്ടോ. ബാനർ നല്ലൊരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയാണ് ഓക്കെ. അത് നമുക്ക് പിന്നെ എപ്പോഴും സെറ്റാക്കാം കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ ഇനി മുതലുള്ള ലോഗോ എന്ന് വെച്ചാൽ കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മാറ്റുമോ കേസ് ഓക്കെ. എല്ലാവരും ഒന്ന് അറിഞ്ഞിട്ടേ മാറ്റുമോ ഓക്കെ. ഞാൻ എല്ലായിടത്തും നമ്മുടെ പുതിയ ലോഗോകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും മാക്സിമം ആ വീഡിയോ കണ്ടിട്ട് എന്തായാലും നിൽക്കുക കേസ് ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ പഴയ നമ്മുടെ ലോഗോ കുറേ പേര് തപ്പണ സമയത്ത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല ഓക്കെ. നമ്മുടെ ചാനൽ ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് YTG എന്ന് അടിക്കുന്ന സമയത്ത് കിട്ടും. പക്ഷേ കുറച്ചൊരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കണ സമയത്ത് വേറെ നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കാണാനും പിന്നെ മാറ്റാനും ലോഗോയുടെ ഇതെല്ലാം കൊണ്ട് ചിലപ്പോൾ കുറേ പേർക്ക് വീഡിയോ കാണാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ എന്തായാലും നമ്മുടെ പുതിയ ലോഗോകളൊക്കെ പബ്ലിഷ് ചെയ്ത് ജസ്റ്റ് എന്തായാലും ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലും നമ്മുടെ ചാനൽ നമുക്ക് അടിപൊളിയായിട്ട് എന്നാലും കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഈ ഒരു വീഡിയോ എപ്പോഴും തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം തന്നെ എന്തായാലും ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലുകളൊക്കെ 1500 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഹിറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 1600 കേട്ടോ. അത് കഴിഞ്ഞാൽ 2000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ ഓക്കെ. അതായത് 2K കണക്കാണ് കേട്ടോ. എല്ലാവരും മാക്സിമം എപ്പോഴും തന്നെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ. അതുപോലെ നമ്മുടെ ചാനൽ പുതിയ ലോഗോകളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം ഓക്കെ. കാരണം ഇതാണ് ഏട്ടാ എൻ്റെ വീടെന്ന് വെച്ചാൽ. വീട് എങ്ങനെയുണ്ട് എടാ ഫ്രാങ്ക്ലിനെ? വീട് അടിപൊളിയായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അയ്യോടാ ഫ്രാങ്ക്ലിന് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ശരിയാക്കിയില്ല. അത് പിന്നെ എപ്പോഴും ശരിയാക്കാം. ആദ്യം എൻ്റെ വീട് ഞാൻ മൊത്തം കാണിച്ചു തരാം കേട്ടാ. വണ്ടി കുഴപ്പമില്ല. എടാ ഫ്രാങ്ക്ലിനെ നിനക്ക് ഡിഫൻഡർ ഉണ്ടല്ലേ? ആ മാർക്കണ്ണ എനിക്കും കണ്ടോ ഡിഫൻഡർ ഉണ്ട് കേട്ടാ. ഇത് പിന്നെ ഒരു വൈറ്റ് ഡിഫൻഡർ കണക്ക് കേട്ടാ. എങ്ങനെയുണ്ട് വണ്ടി? ഫ്രാങ്ക്ലിനെ സീനായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. എനിക്ക് ഈ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടമായി കേട്ടാ. പക്ഷെ എൻ്റെ മോനെ എനിക്ക് ഇടുക്കാച്ച വണ്ടി, കിണ്ണം കാച്ച വണ്ടി, സൂപ്പർ വണ്ടി കേട്ടാ. ബാക്കൊക്കെ ഉണ്ടോ വണ്ടി അടിപൊളി കേട്ടാ. എൻ്റെ വണ്ടി തന്നെ ഓൾമോസ്റ്റ് ഓക്കെ. പക്ഷെ നിൻ്റെ വണ്ടി വൈറ്റ്, എൻ്റെത് ബ്ലാക്കാണ് ഓക്കെ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സെയിമാണ്. എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടം അണ്ണൻ്റെ വണ്ടിയാണ് കേട്ടാ. ഈ ബ്ലാക്ക് കളർ കാണാൻ നൈസ് ലുക്കായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. അപ്പോൾ ആ സിനിമയിലുള്ള വരവ് കണ്ടാൽ തന്നെ സീനാണ് ഓക്കെ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഓക്കെ. എൻ്റെ വീട് ഞാൻ കാണിച്ചു കേട്ടോ. എൻ്റെ വീട് ഇതാണ് കേട്ടാ. ഒരു ചെറിയൊരു വീടാണ് കേട്ടാ. ഞാൻ പിന്നെ എൻ്റെ കട്ടിലും ബാക്കി സാധനങ്ങളൊക്കെ തരാം. അവിടെ കിടന്നാൽ മതി, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും കിടന്നോളാം. ഇത് പിന്നെ നോക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ ഷിൻചാൻ്റെ പിഞ്ചാൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ. നമ്മുടെ മോട്ടു പട്ലു ഇല്ലേ, മോട്ടു പട്ലു ആണ് ഇവന്മാർ എപ്പോഴും കണ്ടോണ്ടിരിക്കണേ. ഫ്രാങ്ക്ലി ചേട്ടാ, അത് ചേട്ടൻ പറഞ്ഞ ശരിയാണ്. എടാ ഷിൻചാൻ്റെ പിഞ്ചാനെ ഓഫ് ചെയ്തോ എടാ. ഭയങ്കര സൗണ്ട് ഇവിടെ കിടന്ന് അടിച്ചടിച്ച്. അപ്പോൾ ഇതാണ് ഏട്ടാ ബെഡ് എന്ന് വെച്ചാൽ ഏട്ടാ. എടാ ഷിൻചാനെ പിഞ്ചാനെ ഗ്രാനി ടൈഗറെ നമ്മുടെ മാർക്കോ അണ്ണനാണെങ്കിൽ ഈ ഒരു ബെഡിൽ കിടന്നോട്ടെ ഏട്ടാ. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കിടക്കാം. വേണ്ട ഫ്രാങ്ക്ലിനെ ഞാൻ വേറെ എവിടെയെങ്കിലും കിടന്നോളാം. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ എവിടെയെങ്കിലും വാടകയ്ക്ക് കിടക്കുക, അവിടെ താമസിച്ചോളാം. കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നോ, കുഴപ്പമില്ല, ഒരു സീനും ഇല്ല, ഇവിടെ തന്നെ കിടന്നോ. ആടാ ഫ്രാങ്ക്ലിനെ താങ്ക്സടാ. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കിടക്കാം കേട്ടാ. പിന്നെ ഇതാണ് എൻ്റെ വീടെന്ന് വെച്ചാൽ ഏട്ടാ. പിന്നെ അണ്ണന് ഇഷ്ടപ്പെട്ടൊരു കിഡിലെ സംഭവം എൻ്റെ വീട്ടിലുണ്ട് കേട്ടാ. അതെന്തോടാ ഫ്രാങ്ക്ലിനെ? ഇങ്ങി വായ കാണിച്ചുതരാം. എൻ്റെ വീട്ടിലുണ്ട് സ്വന്തമായിട്ടൊരു കിഡിലെ വലിയൊരു ജിമ്മുണ്ട്. എടാ ഫ്രാങ്ക്ലിന് ഇത് സൂപ്പറായിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടാ. എടാ ഫ്രാങ്ക്ലിന് അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് വർക്കൗട്ടുകളൊക്കെ ചെയ്യല്ലേ. മാർക്കോണ്ണ അതുകൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞത്. ഈ വീട് കിഡിലെ വീടാണ് കേട്ടാ. കാണുമ്പോൾ ചെറിയ വീട് പോലെ തോന്നും, പക്ഷെ വലിയൊരു ജിമ്മി വീടിൻ്റെ മേളിലുണ്ട് കേട്ടാ. അത് മാത്രമല്ല താഴെയാണ് ബാക്കി റൂം ലിവിങ് ഹാളൊക്കെ പറഞ്ഞത് കേട്ടാ. ഈ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു വീടുണ്ട്, ആ വീട്ടിൽ പോയി താമസിക്കുക കേട്ടാ. അതെൻ്റെ വീട് തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ജസ്റ്റ് ഒന്ന് താമസിക്കാൻ കൊടുത്തേ ഉള്ളൂ. അവിടെ പോയി വേണമെങ്കിൽ താമസിക്കാം. വേണ്ട ഫ്രാങ്ക്ലിൻ എനിക്ക് ഈ വീട് മതി. ഈ വീട് കാണാൻ നൈസായിട്ട് എന്തെല്ലാം ഉണ്ട് കേട്ടാ.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം തന്നെ നല്ല ചെയ്തു തന്നാലും വെക്കേട്ടാ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.